Welcome to MrUnbox and Travel. This is OnePlus Nord CE2 Lite 5G. വളരെ ചെറിയ പേരാണ് പഠിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ ഇതിന്റെ ബ്രദർ ആയിട്ടുള്ള OnePlus Nord CE2 5G യുടെ അൺബോക്സിംഗ് വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിന്റെ റിവ്യൂസും കൂടി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ ഐ കാർഡിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോണും ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിവേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വീഡിയോയും ചാനലും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത്രയും ഐറ്റംസ് ആണ് ബോക്സിനൊപ്പം നമുക്ക് ലഭിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. പിന്നീടുള്ളത് 33 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ്. Type A to Type C ചാർജിങ് കേബിൾ, സിം ഇജക്ടർ, പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus Nord CE2 Lite. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ബ്ലൂ ടൈഡും ബ്ലാക്ക് ഡെസ്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും കാര്യങ്ങളൊന്നും വരില്ല. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന ക്യാമറ മൊഡ്യൂളാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു ഏരിയയിൽ ലൈൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഈ ഒരു ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് ഫ്രെയിം ആയിട്ട് വരുന്നത്. 8.5 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 195 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറയാണ് ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഹൈബ്രിഡ് സിം ആണ്. അതായത് ഒരേ സമയം നമുക്ക് ഒരു മെമ്മറി കാർഡ്, ഒരു നാനോ സിം കാർഡ് അല്ലെങ്കിൽ 2 നാനോ സിം കാർഡ് എന്നുള്ള രീതിയിൽ, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വോളിയം റോക്കേഴ്സ് ഉണ്ട്. താഴ്വശത്തായിട്ട് നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഇതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഡിസൈനിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ 6.59 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 401 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ MOLED ഡിസ്പ്ലേ അല്ല, അതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അല്ല, എങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് കാണുന്നത്. ഈവൻ നമ്മൾ വെളിയിൽ പോയാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ കളറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില ആംഗിളിൽ നിന്ന് ചെറിയ തരത്തിലുള്ള ഒരു കളർ വേരിയേഷനും കാര്യങ്ങളുണ്ട്, എങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഓവറോൾ പെർഫോമൻസ് വൈസ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. 6 nm ആണ് ഇതിന്റെ ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 2.2 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ്. GPUയുടെ കാര്യം എടുത്താൽ Adreno 619 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇപ്പോൾ 6 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 128ഉം. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 8GB റാമിൽ 128 എന്ന് പറയുന്ന വേരിയന്റ് ആണ് അവൈലബിൾ ആവുന്നത്. ഇതോടൊപ്പം തന്നെ 1 TB വരെ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. UFS വരുന്നത് 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ LPDDR4X ആണ് ഇതിൻ്റെ റാം ടൈപ്പ് വരുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്ക് അപ് ടു 5GB വരെ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും മെമ്മറി റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അപ് ടു 5GB വരെ നമുക്കിതിൽ യൂസ് ചെയ്യാനും സാധിക്കും. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. ഇന്ത്യൻ വേരിയന്റിൽ ഏകദേശം 5 5G ബാൻഡാണ് ലഭിക്കുന്നതെങ്കിൽ ഗ്ലോബൽ വേരിയന്റ്, അതായത് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത ഈ ഒരു വേരിയന്റിൽ 13ഓളം 5G ബാൻഡ് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഡ്യുവൽ 4G LTE സപ്പോർട്ടാണ് ഇതിൽ. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്താൽ Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ OS വേർഷൻ വരുന്നത് 12.1 ആണ്.
ബ്ലോട്ട്വേഴ്സോ ആഡ്വേഴ്സോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഓക്സിജൻ OS എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു OS തന്നെയാണ്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനും സാധിക്കുന്നത്. എങ്കിലും നമുക്ക് കളർ OSന്റെ എവിടെയൊക്കെയോ ഒരു കൂട്ടിച്ചേർക്കൽ നമുക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കും. അത് ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കത്തില്ല. എങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ മികച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 33 വാട്ടിന്റെ സൂപ്പർ വോക്ക് ചാർജറാണ് നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്താൽ നമ്മളൊരു ഹെവി യൂസ് ചെയ്താലും ഏകദേശം ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 1.5 ദിവസം നമുക്കിതിൽ ബാറ്ററി ലൈഫ് ലഭിക്കും. അപ്പം ബാറ്ററി ലൈഫ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ലൗഡി സൗണ്ട് അല്ല, എങ്കിലും വളരെ ചെറിയ സൗണ്ടും അല്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മൾ ഇതിൽ കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഫ്രെയിം റേറ്റും ഗ്രാഫിക്സും വെരി ഹൈയിലാണ് നമുക്ക് മാക്സിമം ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക. 45 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ നമുക്ക് പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈവൻ ഹീറ്റിംഗ് പോലും നമുക്ക് ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നോർമൽ ഹീറ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫിക് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ BGMI, PUBG അല്ലെങ്കിൽ ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയിട്ടുള്ള ഗെയിമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.7 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് വരുന്നത്. രണ്ടും 2.4 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇറങ്ങുന്ന BBK ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ചിലതിലൊന്നും അൾട്രാ വൈഡ് അവർ ഉൾപ്പെടുത്താറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എനിവേ ഈ ഒരു റിയർ ക്യാമറയുടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അല്ല, എങ്കിലും മോശമായിട്ടുള്ള ഒരു പെർഫോമൻസും അല്ല. അത് ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നൈറ്റ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു എബോവ് ആവറേജ് ഫീലാണ് ലഭിക്കുന്നത്. ഇനി മാക്രോയുടെ കാര്യമൊക്കെ എടുത്താൽ ജസ്റ്റ് ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് മാത്രമാണ് നമുക്ക് റിയർ ക്യാമറയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോണിയുടെ സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫി ഫോട്ടോസ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും പോർട്രേറ്റ് മോഡിൻ്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യമൊക്കെ എടുത്താലും സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ നിങ്ങൾ ഈ കാണുന്ന സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്നതാണ് എത്രത്തോളം മികച്ച രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്ന്. എനിവേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് ഓവറോൾ ഒരു എബോവ് ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് ഇത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണുന്നത്. ഇവൻ HDR പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ്. മീൻസ് നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ നൽകുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ സ്റ്റെബിലിറ്റി നമുക്കൊരു ആവറേജ് ആണ്. അതേപോലെ തന്നെ HDR പെർഫോമൻസ് വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഒറ്റ മെമ്മറി വേരിയന്റിലാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 8GB + 128 1049 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 21,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എങ്കിൽ ഇന്ത്യയിൽ ഇത് 2 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB + 128 19,999 റുപ്പീസും അതുപോലെ തന്നെ 8GB + 128 21,999 റുപ്പീസാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ്
പ്രൈസ് സെഗ്മെന്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കില്ല. മറിച്ച് നിങ്ങൾ GCCയിലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു 1049 ഖത്തർ റിയാൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിന് തത്തുല്യമായിട്ടുള്ള റിയാലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെ എന്ന് വിശേഷിപ്പിക്കാം. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റും. അതേപോലെ ബാറ്ററി ലൈഫ് നല്ല മികച്ച രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫാണ്. ഓവറോൾ പെർഫോമൻസും വളരെ മികച്ചത് തന്നെയാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും ഡിസ്പ്ലേ ക്വാളിറ്റിയും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി പ്രൈസ് കൂടിയിട്ടുള്ള ഞാൻ നേരത്തെ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു OnePlus Nord CE2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കൂടി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള എനിക്കൊരു അഭിപ്രായം. GCCയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബജറ്റ് 1049 അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus Nord CE2 Lite 5G. ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം ആ ഒരു ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.